ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനുമിസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 6ാം ക്ലാസ്സിലെ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങളെ എക്സാമിന് ചോദിക്കുന്ന അതേ തരം ചോദ്യങ്ങളാണ് നമ്മളുടെ നമ്മുടെ മെഗാ മാരത്തോണിലും അതേപോലെ തന്നെ എല്ലാ മാരത്തോണിലും നിങ്ങളെ മോർണിംഗ് ബൂസ്റ്റിലായാലും എല്ലാത്തിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ സെറ്റായിട്ട് എൻ്റെ കുട്ടികളെ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന അതേ തരം ചോദ്യം എന്ന് തന്നെ പറയാം. കാരണം എല്ലാ ചോദ്യ പേപ്പർ എടുത്തു നോക്കിയാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ചോദ്യം, ഹൗ മച്ച് ഓഫ് 100 എന്നുള്ള ചാപ്റ്ററിലെ ഒരു ചോദ്യം അവിടെ മസ്റ്റ് ആയിട്ട് കാണാം അല്ലേ. അപ്പോൾ അത് ആ ഒരു ചാപ്റ്ററിലെ ചോദ്യം നമ്മൾ ഒരിക്കലും വിട്ടേക്കാൻ പാടില്ല. അത്രയും സിമ്പിൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ്. അപ്പോൾ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഒരു പെർസെൻറ്റേജിൻ്റെ ചാപ്റ്റർ അല്ലേ, എനിക്കത് പഠിക്കാൻ ഭയങ്കര ടഫാണെന്ന് പറഞ്ഞിട്ട് ആ ചാപ്റ്റർ അപ്പാടെ നീക്കി വെക്കും. പക്ഷെ അത് നമ്മളെ എക്സാമിന് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ചോദ്യമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. പക്ഷേ നിങ്ങൾ വിചാരിക്കും വളരെ ടഫാണ് എന്നുള്ള രീതിയിൽ വിചാരിച്ച് തള്ളുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജിൻ്റെ രീതിയിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടാവും. ആ ചോദ്യമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, മിസ്സിൻ്റെ കൂടെ തന്നെ ചോദ്യം വായിച്ചു നോക്കാം. റെഡി? അപ്പോൾ എന്താ ചോദ്യം? പട്ടികയിലെ കോളം എ കൊടുത്ത ശതമാനത്തിന് തുല്യമായ ഭിന്നസംഖ്യ കോളം ബിയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എ ബി എന്നുള്ള 2 കോളങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, എക്ക് തുല്യമായത് ബിയിൽ ആരാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ഏതാണോ ഉള്ളത് അതവിടെ എന്ത് ചെയ്യുക, വരച്ചു കൊടുക്കുക. അപ്പം അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത് എന്താ, ഒരു തൊഴിൽശാലയിലെ ജോലിക്കാരിൽ 40% സ്ത്രീകളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞത്, 40% സ്ത്രീകളാണ്, ഗേൾസ് ആണ്. ഇനി എന്താ, ആകെ 840 തൊഴിലാളികൾ ഉണ്ടെങ്കിൽ പുരുഷന്മാരുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചത്. അപ്പൊ സ്ത്രീകളുടെ ശതമാനമാണ് തന്നത്, പക്ഷെ ചോദിച്ചത് ആരെയാ, പുരുഷന്മാരുടെ എണ്ണം എത്ര എന്നാണ്. അപ്പം എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം, ആ 2 ചോദ്യം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാരുടെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചോദ്യമായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ചോദിച്ചെന്താ, എ കോളം ബി കോളം സെയിം ആയിട്ടുള്ള ഏതാണോ അത് തിരഞ്ഞെടുത്തിട്ട് എഴുതാനാണ്. അപ്പോൾ ഞാൻ അതൊന്ന് ചെയ്തു നോക്കട്ടെ. നിങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, 25% എന്നുള്ളത് എങ്ങനെ ഫ്രാക്ഷനിൽ എഴുതാം. അതേപോലെ 75%. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 3 കള്ളികളെ ഉള്ളൂ അല്ലേ. അപ്പം എന്തായാലും 2 കള്ളികൾ ഫില്ല് ചെയ്താലും 3ാമത്തെ കള്ളി ഏതാണോ നമുക്ക് എന്ത് ചെയ്യാം, വേഗം കണ്ടുപിടിക്കാതെ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന എല്ലാ പെർസെൻറ്റേജും നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. ഏതൊരു പെർസെൻറ്റേജും നമ്മൾ എത്രയിലാണ് പറയുക, 100ലാണ് പറയുക അല്ലേ. ടോട്ടലായിട്ട് നമ്മൾ 100%ലാണ് പറയുക. അപ്പോൾ അവിടെ 25% എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, 25/100 ആയിരിക്കും. ആയിരിക്കില്ലേ, 25/100 ആയിരിക്കും. അപ്പോൾ അതിനെ ഒന്ന് ചെറുതാക്കി നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, 25 100ൽ എത്ര തവണ പോകും, 4 തവണ പോകും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 1/4 എന്നുള്ള രീതിയിൽ അതിനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം. അപ്പോൾ 25% എന്ന് പറഞ്ഞാൽ 1/4 ആയിരിക്കും. നമുക്ക് എങ്ങനെ നമുക്ക് ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. സെറ്റ് അല്ലേ. അതേപോലെ തന്നെ അടുത്ത് നോക്കിക്കേ, 75% എന്ന് പറഞ്ഞാൽ 70/100 ആയിരിക്കും അല്ലേ. 75/100 ഇതിനൊന്ന് ചെറുതാക്കി നോക്കിക്കേ. എങ്ങനെയാ ചെറുതാക്കാൻ, നമ്മൾ മുക്കാൽ എന്നൊക്കെ പറയും. 75 എന്ന് പറഞ്ഞാൽ മുക്കാൽ ഭാഗമാണ്. നമ്മൾ നേരത്തെ എന്തായിരുന്നു, 25% എന്ന് പറഞ്ഞാൽ 1/4 ഭാഗമായിരുന്നു. 75% എന്ന് പറഞ്ഞാൽ മുക്കാൽ ഭാഗമാണ്. ഇതെങ്ങനെയാ, ഇതിൻ്റെ അത് നമുക്ക് സിമ്പിളായിട്ട് 75ൽ എത്ര 25 പോകുന്നുണ്ട്, 3 തവണ 25 പോകുന്നുണ്ട് അല്ലേ. അതേപോലെ 100ൽ 25 4 തവണ പോകുന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ചെറുതാക്കിയിട്ട് എങ്ങനെ എഴുതാടാ, 3/4 എന്നുള്ള രീതിയിലേക്ക് മാറ്റി എഴുതാം. റെഡി? അപ്പോൾ അത് ഞാനിതാ ഇവിടെ നിന്ന് വരച്ച് വെക്കുന്നുണ്ട്. ഇങ്ങനെ വരച്ചു. ഇനി ബാക്കി ഒരു കാര്യം, 3/4 എന്നുള്ളത് വരച്ചൊന്ന് മാറിപ്പോയി അല്ലേ. അവിടെയാണ് 3/4 ഉള്ളത്. സെറ്റാണ്. ഇനി ബാക്കിയുള്ളത് ആരേ ഉള്ളൂ, 33 1/3% ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, 1/3 ആയിട്ട് മാറ്റിയിട്ട് ഫ്രാക്ഷനിലേക്ക് മാറ്റി വരയ്ക്കാം. സെറ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ സിമ്പിളായിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. രണ്ടാമത്തത് അതിനേക്കാൾ സിമ്പിളാണ്. എന്ത് ചെയ്യാമെന്ന് ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ മതി. കാരണം ടോട്ടലായിട്ട് 840 പേരുണ്ടായിരുന്നു. ചോദ്യം എന്താണ്, ടോട്ടൽ 840 വർക്കേഴ്സ് ഉണ്ട് അല്ലേ, ജോലി ചെയ്യുന്നവരുണ്ട്. അതിൽ 40% ആരാണടാ, വുമൺസ് ആണ്. അല്ലെങ്കിൽ സ്ത്രീകൾ, ഗേൾസോ ബോയ്സോ വുമൺസോ മെന്നോ ഏതെടുത്താലും എന്താണ്, 40% വുമൺസ് ആണ് അല്ലെങ്കിൽ ഗേൾസ് ആണ്. ഞാനിവിടെ ഗേൾസ് എന്ന് സൂചിപ്പിക്കട്ടെ എൻ്റെ കുട്ടികൾക്ക്. ഇത് ഗേൾസ് 40% ഉണ്ട്. ടോട്ടല് ആകെ പെർസെൻറ്റേജ് എത്രയല്ല പറയാ, 100ലാണ് പറയാം. അപ്പം 100ൽ 40 ഗേൾസ് ആണെങ്കിൽ ബാക്കിയുള്ളത് ആരായിരിക്കും, ബോയ്സ് ആയിരിക്കും. അപ്പോൾ നോക്കിയാൽ 100ൽ 40 ഗേൾസ് ആണ്,
അപ്പോൾ ബാക്കിയുള്ളത് എത്രയായിരിക്കും ഉണ്ടാവുക? 60% ആയിരിക്കും. അപ്പോൾ 60% ആരായിരിക്കും ഇവിടെ? 60% ബോയ്സ് ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്താ? ബോയ്സിന്റെ എണ്ണം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിതാ ടോട്ടൽ വർക്കേഴ്സിൽ എത്ര ശതമാനം കണ്ടുപിടിച്ചാൽ മതി? 60% കണ്ടാൽ മതി. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ആദ്യം തന്നെ ഞാനിതാ 840 × 60/100 ചെയ്താൽ എന്തായി? നമ്മളെ ആൻസറായി. ഓക്കെ, അപ്പം 0 ഒക്കെ വെട്ടിപ്പോവാനുണ്ട് അല്ലേ? അതാ 0, ഒരു 0 വെട്ടി, ഒരു 0 വെട്ടി, അടുത്ത 0, ബാക്കി ആരാ ഉണ്ടാവുക? 84 × 6 ചെയ്താൽ ആൻസറായി. അപ്പോൾ എൻ്റെ മക്കൾക്ക് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുന്ന മൾട്ടിപ്ലിക്കേഷനേ ഉള്ളൂ. 84 6 കൊണ്ട് വേഗം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓടി വന്ന് നമ്മൾ കമൻറ്റ് ബോക്സിൽ ആൻസർ പറയണം. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ, പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ആനുവൽ എക്സാമിന് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതേപോലൊരു ചോദ്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്, ഇനി മിസ് ചെയ്യരുത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയുക. ഞാൻ എന്തായാലും ആരൊക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാ നിങ്ങളെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇതേപോലുള്ള ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ബൈ.